തിരുവല്ല കുറ്റൂരിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. കുറ്റൂർ സ്വദേശിനി ഉമാദേവിയുടെ ഉടമസ്ഥതയിലുള്ള കാറിൻ്റെ ഗ്ലാസ്സാണ് ഇന്നലെ രാത്രിയിൽ ആരോ അടിച്ചു തകർത്തത്. രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണ്. അത്തരമൊരു വീട്ടിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് അല്ലേ? അതെ, രാത്രിയിൽ എപ്പോഴും ആണ് നടന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കാറിൻ്റെ പുറകിലത്തെ ചില്ലെല്ലാം അടിച്ചു തകർത്തായിട്ട് കണ്ടത്. നേരത്തെ ഇതുപോലെ സംഭവങ്ങളുണ്ട്. പക്ഷേ കഥകിന് തട്ടുകയൊക്കെ ചെയ്യും. ഞാനും അമ്മയും മാത്രം ഉള്ളതോട് പേടിച്ചിട്ട് ഞങ്ങൾ തുറന്നു നോക്കാറില്ലായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് അത് കാറിൻ്റെ ചില്ല് അടിച്ചു തകർത്തായിട്ട് കണ്ടത്. അതിൻ്റെ നോബും എല്ലാം ഹാൻഡിലും എല്ലാം പറിച്ചിട്ടിട്ടുണ്ട്. രാത്രിയിൽ സൗണ്ട് ഒന്നും കേട്ടില്ലേ? ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ട് ഒന്നും കേട്ടില്ലേ? സൗണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. സൗണ്ടൊന്നും കേട്ടില്ല ഇന്നലെ ഞാൻ. ഇതിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഈ കാറ് എങ്ങനെ തല്ലിപ്പൊട്ടിക്കുക അങ്ങനെയില്ല. പക്ഷേങ്കിൽ പൂച്ചയെ കൊന്ന് വീടിൻ്റെ നടക്കി വെക്കുക, പിന്നെ എലിയൊക്കെ കൊന്നിടുക, പിന്നെ സ്കൂട്ടറൊക്കെ തട്ടിയിടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. പേടിച്ച് ഞങ്ങൾ അന്നേരം തുറക്കാറില്ല. ഞാനും അമ്മയും തന്നെ ഉള്ളതുകൊണ്ട് അന്നേരം ഇത് തുറക്കാറില്ല. ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറ്റൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല. പക്ഷെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടൊരു വഴിത്തർക്കം, ഒരു കേസ് നടക്കുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ശത്രുക്കൾ കുറ്റൂർ പഞ്ചായത്തിൽ ആരുമില്ല. ഇന്നലത്തെ ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് നമുക്ക് കാണാത്തതുകൊണ്ട് തന്നെ അറിയില്ല. കാണാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ആരാണെന്ന്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ രാവിലെ തന്നെ സംഭവം കണ്ട ആ നിമിഷം തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ആദ്യം ഡ്യൂട്ടിയിലുള്ള SI സാർ വന്നു, എല്ലാം അന്വേഷിച്ചു. പിന്നെ CI സാറും വന്നു, എല്ലാം അന്വേഷിപ്പിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഇട്ടിട്ടുണ്ട്. തിരുവല്ല കുറ്റൂരാണ് ഈ സംഭവം ഉണ്ടായത്. രണ്ട് സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീടിന് നേരെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. ഇന്നലെ രാത്രിയിൽ എപ്പോഴോ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഗ്ലാസ് അടിച്ച് തകർക്കുകയായിരുന്നു. ആരാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ അത്തരത്തിൽ അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും തന്നെ കേട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്താണ് കാറിൻ്റെ പിൻഭാഗത്തെ ഗ്ലാസ് അടിച്ച് തകർത്ത നിലയിൽ കാണുന്നത്. മുമ്പും ചില അതിക്രമങ്ങൾ ഈ വീടിന് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ഇരുചക്ര വാഹനം അടക്കം തള്ളിയിടുന്ന സംഭവങ്ങളും മറിച്ചിടുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ വീടിൻ്റെ ജനലിലും വാതിലുമൊക്കെ മുട്ടിവിളിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ ഇവർ ഭയന്ന് വാതിൽ തുറന്നിട്ടില്ല. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.